ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിത്യയോടും ഹരിയോടുമുള്ള ജീവന്റെ പ്രതികാര മനോഭാവം ഇതുവരെ മാറിയിട്ടില്ലെന്ന് മനസ്സിലാക്കുന്ന വീണയ്ക്ക് സന്തോഷമാവുകയാണ്. ഇനി മുതൽ നമ്മുടെ പ്രതികാരത്തിന്റെ കൂട്ടായി ഒരാൾ കൂടി ഉണ്ടെന്ന് വീണ പറയുമ്പോൾ നീ അടുത്തവനെ വലവീശി പിടിച്ചല്ലേ എന്ന് ജീവൻ ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന വീണ പരിഹാസത്തോടെ അവിടെ നിന്ന് പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് വീണ വിപിന്റെ അടുത്തേക്ക് ചെല്ലുന്നതാണ്. എനിക്ക് ചില കണ്ടീഷനുകൾ ഉണ്ടെന്നും ആ കണ്ടീഷനുകൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഈ വിവാഹത്തിന് എനിക്ക് താല്പര്യമുള്ളെന്നും വീണ പറയുമ്പോൾ അതിനൊക്കെ കണ്ണടച്ച് സമ്മതം മൂളുകയാണ് വിപിൻ. തുടർന്ന് വിപിൻ വീണയും കൊണ്ട് തന്റെ വീട്ടിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. അതേസമയം ഹരിയുടെ സ്വപ്നത്തിലെത്തുന്ന സദാനന്ദൻ ഹരിയും നിത്യയും ഒന്നിച്ചുള്ള ജീവിതമായിരുന്നു താൻ സ്വപ്നം കണ്ടിരുന്നതെന്നും പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയതായിരുന്നെന്നും ഒക്കെ തന്നെ ഹരിയോട് പറയുകയാണ്. ഇനിയുള്ള കാലം എൻ്റെ മോളെ സന്തോഷത്തോടെ നോക്കാൻ ഹരിയെ കൊണ്ട് മാത്രമേ സാധിക്കൂവെന്നും നിങ്ങളുടെ സന്തോഷത്തോടുള്ള ജീവിതം മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോവുകയാണെന്നും എൻ്റെ മോളെ നന്നായിട്ട് നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സദാനന്ദൻ അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് വീണ വന്ന് ഹരിയെ തട്ടി ഉണർത്തുമ്പോഴാണ് ഹരി സ്വപ്നത്തിൽ നിന്നും ഉണരുന്നത്. സദാനന്ദൻ വന്നെന്നും തന്നോട് പറഞ്ഞുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ ഹരി നിത്യയോട് പറയുമ്പോൾ നിത്യയ്ക്കും സന്തോഷമാകുന്നു. അച്ഛൻ സന്തോഷത്തോടെ ഈ ഭൂമിയിൽ നിന്നും പോയിട്ടുണ്ടോ എന്നുള്ള സംശയമായിരുന്നു എനിക്കിത്രയും നേരം. പക്ഷേ ഇപ്പോൾ എനിക്ക് സമാധാനമായെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ് നിത്യ. പിന്നീട് കാണിക്കുന്നത് വിപിന്റെ വീടാണ്. അങ്ങനെ വീണയും വിപിനും കൂടി വിപിന്റെ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. വിപിന്റെ അമ്മ ദേഷ്യത്തോടെ തന്നെയാണ് അവരെ സ്വീകരിക്കുന്നത്. തുടർന്ന് വീണയും വിപിനും കൂടി അകത്തേക്ക് കയറുമ്പോൾ വിപിന്റെ അച്ഛൻ പറയുകയാണ്, നിങ്ങളെടുത്ത തീരുമാനമൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷേ എനിക്കും ഒരു കണ്ടീഷൻ ഉണ്ട്. വീണ ഈ വീട്ടിലേക്ക് വന്നു കയറുന്ന നിമിഷം നിങ്ങളുടെ കുഞ്ഞും നിന്നോടൊപ്പം ഉണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം നീ ഇങ്ങോട്ടേക്ക് വരണമെന്നൊന്നും ഞങ്ങൾക്ക് നിർബന്ധമില്ല. ഇത് കേൾക്കുന്ന വീണ ഞെട്ടലോടെ അവരെ നോക്കുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് ഏത് വിധേനയും താൻ കല്യാണിയെ ഇവിടെ എത്തിച്ചിരിക്കുമെന്ന് അവർക്ക് ഉറപ്പ് നൽകുകയാണ് വീണ. പിന്നീട് കാണിക്കുന്നത് വീണ പറഞ്ഞതനുസരിച്ച് വിപിൻ ഹരിയുടെ അടുത്തേക്ക് ചെല്ലുന്നതാണ്. കല്യാണിയുടെ കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. എന്താണെങ്കിലും ഞാനും വീണയും ഒന്നിക്കാൻ പോകുന്ന ഈ സാഹചര്യത്തില് ഞങ്ങളുടെ കുട്ടി ഞങ്ങളുടെ ഒപ്പം തന്നെയല്ലേ വേണ്ടത്. അതായത് കല്യാണിയെ ഹരി ഞങ്ങൾക്ക് വിട്ടുതരണം, അത്ര തന്നെ. എനിക്കല്ലാതെ കൂടുതലായി ഒന്നും പറയാനില്ലെന്ന് വിപിൻ പറയുമ്പോൾ ഇതെല്ലാം കേട്ട് ഞെട്ടലോടെ നിൽക്കുന്ന ഹരിയെയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് വിവാഹാവേശത്തിലുള്ള ഹരിയെ കയറിൽ കെട്ടിത്തൂക്കുന്ന ജീവനെയാണ്. ബോധമില്ലാതെ ചലനമറ്റ് കിടക്കുന്ന ഹരിയുടെ ശരീരത്തെ നോക്കി പൊട്ടിച്ചിരിക്കുന്ന ജീവനെ കാണിച്ചുകൊണ്ട് പ്രൊമോ വീഡിയോയുടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.